നമസ്കാരം. അങ്ങനെ സെക്രട്ടേറിയറ്റിൽ അടുത്ത അടി തുടങ്ങി. ഈ സിനിമ റിലീസ് ചെയ്യുമ്പോഴാണ് ഓരോ കുഞ്ഞു കുഞ്ഞു പീരീഡ് ആകുമ്പോൾ സിനിമ റിലീസ് ചെയ്യും. മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ ഒക്കെ സിനിമ. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ജയ്തിലക് വേഴ്സസ് അദീല അബ്ദുള്ള വേഴ്സസ് അല്ല, അവർ നായകന്മാരെ അഭിനയിച്ച സിനിമയാണ് വന്നത്, മുട്ടിൽ മരമുറി. അപ്പോൾ അതിന് രണ്ടുപേരും, ഒന്ന് ഒരു കളക്ടറായിരുന്ന അദീബ അബ്ദുള്ളയും നമ്മുടെ ഡോക്ടർ ജയ്തിലക് ചീഫ് സെക്രട്ടറിയും മോശമായി ഇടപെട്ടു. അങ്ങനെ അതുകൊണ്ട് തന്നെ മുട്ടിൽ സഹോദരങ്ങൾക്ക് ജാമ്യമൊക്കെ പെട്ടെന്ന് കിട്ടി, കേസ് തേഞ്ഞു മാഞ്ഞു പോകും, അല്ലെങ്കിൽ ആ കേസ് ബലം കുറയും എന്നൊരു വാദം പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു വന്നു. അപ്പോൾ അതിലും 2 IAS പെട്ടു. അവസാനം നിൽക്കുന്ന കരക്കമ്പി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബി അശോക്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും കാര്യം കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്. പ്രതികരിക്കും, മന്ത്രിമാരൊക്കെ പറഞ്ഞാൽ കേൾക്കും, എന്നാലും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട്. അദ്ദേഹം ഡെറാഡൂണിൽ ഈ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുള്ളൂ. ട്രെയിനിങ്ങിൻ്റെ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ അവിടുത്തെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ IASകാരെ പരിശീലിപ്പിക്കുന്ന ട്രെയിനിങ് സെൻറ്ററിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് കുറേ കൂടി ഒരു IASകാരുമായിട്ടൊക്കെ ഒരു കോൺടാക്റ്റും, പിന്നെ IAS അസോസിയേഷൻ്റെ നേതാവൊക്കെയാണ്. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ LDFൻ്റെ തന്നെ ഈ പിണറായിയുടെ ഗവൺമെൻറ് തന്നെ കാലത്ത് ഒരു ചീഫ് സെക്രട്ടറി റിട്ടയർ ആവാൻ സമയത്ത് റിട്ടയറായ ചീഫ് സെക്രട്ടറിമാർക്കെല്ലാം റിട്ടയറായ ഉടനെ വേറെ പോസ്റ്റ് വേണം. എല്ലാവർക്കും വേണം, ചീഫ് സെക്രട്ടറിമാർക്കും വേണം. അങ്ങനെ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ഡോക്ടർ ബി അശോക് ഫയൽ എഴുതിയാലാണ് പോസ്റ്റ് കിട്ടുക. അദ്ദേഹം ആരെങ്കിലും എഴുതണമല്ലോ. ചീഫ് സെക്രട്ടറി റിട്ടയർ ആവുകയാണ്, അടുത്ത ദിവസം എനിക്ക് പോസ്റ്റ് ഒന്നും അദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ല. പ്രപ്പോസൽ വേറെ എവിടെയെങ്കിലും വരണം. അങ്ങനെ പ്രപ്പോസൽ എഴുതണമെന്ന് അശോകനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ ബി അശോക് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, താങ്കൾ എനിക്ക് വളരെ സോറി സാർ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ പറയുന്നൊരു ക്യാരക്ടറാണ് അശോക്. അത് ഗുണമാണോ ദോഷമാണോ, അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതുപോലെ ഏറാൻ മൂളി സാർ എന്ന് പറഞ്ഞ് നിൽക്കണോ, അതോ തൻ്റെ അഭിപ്രായം ഫയൽ എഴുതണോ, അതൊക്കെ വേറെ വിഷയം. അതൊക്കെ ഓരോരുത്തരുടെ ഇൻറ്റഗ്രിറ്റിയായി ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുക. എന്തായാലും അശോക് അപ്പോൾ എഴുതിയില്ല. ഉടനെ തന്നെ അദ്ദേഹം സപ്ലൈക്കോടെ എറണാകുളം റീജിയനിലേക്ക് മാറ്റി. ടപ്പോനെ വലിയൊരു പോസ്റ്റിൽ നിന്ന് ചെറിയ പോസ്റ്റിലേക്ക് എടുത്തടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്നൊക്കെ അടുത്ത ആഴ്ച തന്നെ അവിടെ ഒരുപാട് കാലം നിൽക്കേണ്ടി വന്നില്ല. അവിടെ നിന്ന് റെഡിയായി ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. വീണ്ടും പല സ്ഥലത്ത് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാർഷിക സർവകലാശാല VCയും കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് അടുത്ത വിഷയം, വേറെ കുറേ വിഷയങ്ങൾ, ഈ പ്രശാന്ത്, ജയ്തിലക്, അങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ. ഈ വിഷയങ്ങളിൽ ഒക്കെ വന്ന വിഷയങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു വന്നു. പല ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അശോകനെ തദ്ദേശ സ്വയംഭരണ കമ്മീഷനോ എന്തോ ഒരു കമ്മീഷൻ ഉണ്ടാക്കി അതിലേക്ക് മാറ്റാൻ നോക്കും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഡോക്ടർ ബി അശോക് തിരിച്ചു വന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ കൃഷി വകുപ്പിൽ തന്നെ സെക്രട്ടറി ആയിട്ട് തുടരുകയായിരുന്നു. അപ്പോഴത് അടുത്ത ബോംബ് വന്നു. രാജശ്രീ എന്ന് പറയുന്ന ഒരു മാഡം, അവർ നോൺ IASകാരിയാണ്, അവർ KTDFCയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ രാജശ്രീ ഇരുന്ന പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ നോൺ IASകാരി ഇരുന്നൊരു പോസ്റ്റിലേക്ക് നമ്മുടെ ഡോക്ടർ ബി അശോകിനെ മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം അതിനെതിരെ കോടതി പോവുകയാണ്. ചുരുക്കത്തിൽ കിട്ടുന്ന പൈസയിൽ നല്ലൊരു ഭാഗവും കോടതിയിലും ട്രിബ്യൂണലിലും കൊടുക്കാനേ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്ത് ഈ സിവിൽ പോര്, IAS പോര് ഇത്രയും കടുത്ത് പോകുന്നതെന്നറിയില്ല. അതിൻ്റെ ഈ IAS പോര് ഇങ്ങനെ പോകണം നല്ലതാണ്. കാരണം മുട്ടിൽ മരം മുറിക്കാർക്കും ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് പോകണമെന്നുള്ളവർക്കൊക്കെ എളുപ്പമാണ്. ഇങ്ങനെ നല്ല ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ഭരണം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമാണ്. ഇപ്പോൾ അശോകിനെ പോലുള്ള ആളുകൾ പുറത്ത് നിൽക്കണം, പ്രശാന്തിനെ പോലുള്ള ആളുകൾ, അവരൊക്കെ പുറത്ത് നിൽക്കേണ്ടവരാണ്. അവരകത്ത് നിന്നാൽ പിന്നെ പ്രയാസമാണ്. പിന്നെ അകത്ത് കുറേ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ഏറാൻ മൂളുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ. സാർ എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും എഴുതി കൊടുക്കുന്ന, ഫയലിൽ ഡിസൻ്റ് നോട്ട് എഴുതാത്ത, ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന, ഏത് തെമ്മാടിത്തരം കാണിച്ചാലും തനിക്കും എന്തെങ്കിലും പങ്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചൊക്കെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ ലിസ്റ്റിൽ കയറി പറ്റേണ്ടതാണ് ചെയ്യേണ്ട എല്ലാവരും. പക്ഷെ അങ്ങനെയല്ല, വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരുണ്ട്, പിന്നെ ഫയലിൽ ഡിസൻ്റ് നോട്ട് എഴുതുന്നവരുണ്ട്, കമൻ്റ് എഴുതുന്നവരുണ്ട്. ഇപ്പോൾ വയനാട് എസ്റ്റേറ്റുകളിൽ നിന്ന് കാശ് കൊടുത്ത് വസ്തു വാങ്ങണം എന്നൊരു പ്രപ്പോസൽ വന്നപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടിങ്കു ബിസ്വാൾ, അവരാണിപ്പോൾ ഇതിന് വെച്ചിരിക്കുന്നത്, കൃഷി സെക്രട്ടറി ആയിട്ട് മാറുന്നത്, കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് മാറുന്നത്. അപ്പോൾ ടിങ്കു ബിസ്വാൾ ഫയൽ എഴുതി അങ്ങനെ കാശ് കൊടുത്ത് വസ്തു വാങ്ങാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ പൈസയാണ് നഷ്ടപ്പെടുത്തുന്നത്. പക്ഷെ അങ്ങനെ എഴുതുന്നവരുമുണ്ട്. ഇപ്പോൾ ഫയലിൽ ഡിസൻ്റ് നോട്ട് എഴുതുന്നവരുമുണ്ട്. പക്ഷേ ഞാനൊരു IASകാരൻ റിട്ടയർ ആവുന്നതിന് 6 മാസം മുമ്പേ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പോയി, ശ്രദ്ധയിൽപ്പെടുത്തി നയപരമായ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിനിപ്പോൾ നയത്തിലൊന്നും തൊടാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഏതെങ്കിലും ഒരു അസൈലം കിട്ടണം. അപ്പം IASകാരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് അസൈലം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമൂഹത്തിൽ
നമ്മൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ ജനാധിപത്യം ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. അവിടെ ചില അശോകുമാരൊക്കെ ഇങ്ങനെ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. അത് പിന്നെ അത് കേസ് വഴക്കുമായിട്ടൊക്കെ പോവും. അപ്പോൾ എന്തായാലും വേൾഡ് ബാങ്കിൽ നിന്ന് 1200 കോടിയിൽ പരം രൂപ അടിച്ചു മാറ്റിയവരോ വക മാറ്റിയവരോ മിടുക്കന്മാർ, വക മാറ്റുന്നു എന്ന് പറഞ്ഞവരും മിടുക്കന്മാർ, പറഞ്ഞവർ കുറ്റക്കാർ. ഇത് പറയാതെ കണ്ടുകൊണ്ട് നിന്ന ഡോക്ടർ വി അശോകും കുറ്റക്കാരൻ എന്നാണ് വേറൊരു കരക്കമ്പി. അപ്പോൾ 3 തരത്തിലുള്ളതുകൊണ്ട് അശോക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടർ ബി അശോക് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. ഇപ്പോൾ പറയാത്ത കാര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഭ്രാന്ത് വന്നാലും നമ്മളമ്മയ്ക്ക് തല്ല് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ഒരു ശീലമുണ്ട്. അപ്പുറത്തെ വീട്ടുകാർക്കാണ് ഭ്രാന്ത് വന്നാലും വീട്ടിനകത്ത് നമുക്ക് അടിയുണ്ടാക്കാം എന്ന് പറഞ്ഞ പോലെ എന്തായാലും വേൾഡ് ബാങ്കിൻ്റെ ലെറ്ററും ഒക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി വക മാറ്റി, അവരെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ വക മാറ്റി. അപ്പോൾ പിന്നെ അത് പുറത്ത് വന്നെങ്കിൽ പുറത്ത് വന്നെങ്കിൽ ഇയാൾ തന്നെ ഈ ഹിറ്റ് ലിസ്റ്റിൽ പോലീസുകാരന്മാരെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. സാധാരണ സ്റ്റേഷനിൽ ചാർജ് എടുക്കുമ്പോൾ അവിടെ ഹിറ്റ് ലിസ്റ്റ് കാണും ഈ കള്ളന്മാരുടെയൊക്കെ. അപ്പോൾ അവരുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് ഉള്ളവർ എല്ലാവരും കാണും. അപ്പോൾ അതെടുത്ത് വെച്ച് CI ഒക്കെ പഠിക്കും. അപ്പോൾ എന്നിട്ട് നാട്ടിൽ ഏത് കേസുണ്ടായാലും ആദ്യം ഇവരെ പൊക്കിക്കൊണ്ടുവരാൻ പറയും. ചിലപ്പോൾ അവർ നിരപരാധികളായിരിക്കും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നവർ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ എന്ത് കാര്യം വന്നാലും ആദ്യം അത് അശോക് തന്നെ, അല്ലെങ്കിൽ ഇന്ന ആൾ തന്നെ, അല്ലെങ്കിൽ മറ്റേ ആൾ തന്നെ എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഡോക്ടർ ബി അശോക് എയറിലായി പെട്ടിരിക്കുകയാണ്. ഇനി കേസും വഴക്കുമായി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. കൃഷി വകുപ്പ് ഇങ്ങനെയൊക്കെ തന്നെ ഒരുപാട് പരാധീനകൾ അതുമായിട്ടൊക്കെ പോകുന്നു. എന്തായാലും നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഇനിയിപ്പോൾ 8 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്ന് പൊക്കട്ടെ. അത് കഴിഞ്ഞ് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് വേണം, ഇത് തന്നെ തുടരണോ പുതിയത് വേണോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും ജനാധിപത്യം മുട്ടിലെഴിയുന്നു. 10 ലക്ഷം ഫയൽ പലയിടങ്ങളിലായി കെട്ടിക്കിടക്കുന്നു.